പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം ഞങ്ങളുള്ളത് മോഷ്വാസിയിലാണ്. മൗറീഷ്യസിലെ മോഷ്വാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് അവിടേക്ക് വന്നതാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ വിചാരിച്ച പോലെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പം കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുക, പിന്നെ ബീച്ചിൽ ഇറങ്ങണമെങ്കിൽ ബീച്ചിൽ ഇറങ്ങാമെന്നുള്ള പ്ലാനും ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ഇൻട്രോയിൽ കണ്ടതുപോലെ നമ്മൾ ഇപ്പോൾ ഉള്ളത് മോഷ്വാസി ബീച്ചിലാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 10-15 മിനിറ്റ് ബസ്സിൽ വന്നാൽ നമുക്ക് ഈ ബീച്ചിലെത്താം. ഇതൊരു ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് കേട്ടോ. മൗറീഷ്യസ് ഗ്രാൻഡ് പേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് മോഷ്വാസി ബീച്ച്. ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ വരാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. ഞാൻ ഒരുപാട് ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു ബീച്ച് എനിക്കിഷ്ടമല്ല. ഒരു സ്ഥലത്തും പോകുന്നത് ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ബീച്ചിൽ പോകുന്നതേ ഇഷ്ടമല്ല. ഇവിടെ എനിക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ച് സൈഡ് നിറയെ മരങ്ങളാണ്. ഇതേപോലത്തെ കുറേ മരങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. പോരാതെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. എനിക്ക് ബീച്ചിൽ വെള്ളത്തിൽ ഇറങ്ങുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ഇറങ്ങും, അതും നമ്മളിങ്ങനെ ബോട്ടിൽ പോയിട്ട് നടുക്ക് കൊണ്ട് ഇറക്കുകയാണെങ്കിൽ ഇറങ്ങും. അല്ലാതെ എനിക്ക് ഈ കരയിൽ നീന്തുന്നതിന് തീരെ ഇഷ്ടമല്ല. കാരണം ദേഹത്ത് മണ്ണൊക്കെ ഇങ്ങനെ പറ്റുന്നതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഏട്ടൻ ഇറങ്ങും, ഞാനിവിടെ ഇങ്ങനെ കരയിലിരിക്കും. അതാണ് മെയിനായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബീച്ച് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പം ഇവിടെ നിറയെ നമുക്ക് കാണാൻ പറ്റുന്ന ഫോറിനേഴ്സാണ്. ഇവിടെ നമുക്ക് 3-4 ആക്ടിവിറ്റീസ് മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. ഇത് ഒരു ബോട്ടാണ് കേട്ടോ. ഇതിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോകുന്ന ഒരു ബോട്ടാണ്. പിന്നെ നമ്മൾ ഒരു വട്ടം മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ബോട്ടിൽ പോയിട്ട് നടുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നമ്മൾ കാണുന്ന ബോട്ടില്ലേ, അതേപോലത്തെ ഒരു ബോട്ടുണ്ട്. അതും ഉണ്ട്. പിന്നെ വേറൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ചെന്ന സമയത്ത് ആരും തന്നെ ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ 1-2 ആക്ടിവിറ്റീസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്, നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒരുപാട് നമ്മൾ വേറെ സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. അവിടെ 200-300 ആ റേറ്റിലുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരാൾക്ക് 1500 പറയുണ്ടായത്. അതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ മിക്കപ്പോഴും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാറുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രയലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വിചാരിച്ചു എന്നാൽ സാരമില്ല, നമുക്ക് ബീച്ചിൻ്റെ അവിടെ പോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിക്കാനും ഇരിക്കാനും കിടക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ചെറിയ ഭാവിയാ ഇതുണ്ടല്ലോ, ഈ റോഡ് സൈഡില്ലേ അവിടെ, അത് ഒരു നമ്മൾ കണ്ടില്ലായിരുന്നു. അത് വണ്ടി ചത്തേനെ. അങ്ങനെ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പം എന്തെങ്കിലും ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ച് റോഡിലേക്ക് പോയതായിരുന്നു കേട്ടോ. പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു കിളീനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ കയറിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിനിങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തോ ഒരു സാഹചര്യത്തിൽ അതിനെ കണ്ടപ്പം തന്നെ ഞാൻ അതിനെ വേഗം എടുത്തു കേട്ടോ. കാരണം റോഡിലേക്കാണ് അത് ഉണ്ടായിരുന്നത്. എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഞാൻ അതിനെടുത്തു. അത് ഭയങ്കര ക്ഷീണം പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. വെള്ളം കൊടുത്തപ്പം തന്നെ കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ട്. എന്നാലും പറക്കാൻ പാകത്തിനുള്ള ആ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പം ചൂട് കാരണം വെള്ളം കിട്ടാതെ കിളികൾക്കുള്ള തളർച്ച അങ്ങനത്തെയൊക്കെ ഇല്ല, അതെന്തെങ്കിലും ആയിരിക്കും. ചെറിയതാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ പറക്കാൻ പാകത്തിനുള്ള ആ ഒരു ഇതൊന്നും അല്ല, ചെറിയൊരു കുഞ്ഞു കിളിയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതിനെ അവിടെ തന്നെ ഇടണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇനി എങ്ങാനും പറന്ന് അത് റോഡിലേക്ക് എങ്ങാനും പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഞങ്ങൾ കയ്യിലുണ്ടായിരുന്നു നമ്മുടെ തൊപ്പിയില്ലേ, അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഞങ്ങൾ മരത്തിൻ്റെ ആ ഏരിയ ഇല്ല അവിടെ കൊണ്ടുവന്നു കേട്ടോ. അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തപ്പോഴേക്കും ആൾ ഓക്കെ ആയിട്ട് പറക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് പറന്നു പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഐസ്ക്രീം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു.
നമ്മുടെ വീടിൻ്റെ അവിടേക്കും സൺഡേ ഐസ്ക്രീം കൊണ്ടുവരാറുണ്ട് കേട്ടോ. അവിടെ ഒരു 100 രൂപ നമുക്ക് കിട്ടുമായിരുന്നു. മാക്സിമം പോയാൽ 100 രൂപയ്ക്ക് നമുക്ക് ഐസ്ക്രീം കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. അത്യാവശ്യത്തിന് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും തണുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫുഡൊക്കെ വാങ്ങി വരുന്ന സമയത്താണ് നമ്മൾ ആ ഡോഗിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 3-4 എണ്ണം ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരെ നല്ല ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ബോൾ കടലിലേക്ക് എറിയും, എന്നിട്ട് അത് പോയി കടിച്ചെടുത്ത് നീതി കൊണ്ടുവരും. അതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അത് നോക്കിയിരുന്നു. ഭയങ്കരമായിട്ട് ഇണങ്ങിയ ടൈപ്പാണ് കേട്ടോ. ഭയങ്കര ഉപദ്രവകാരിയൊന്നുമല്ല. അങ്ങനത്തെ ഒരു ഡോഗ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു തണലൊക്കെ ഉള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മളൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അവിടെ ഇരുന്നു കേട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകും കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ബീച്ചിൽ ഇറങ്ങാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഞാൻ അവിടെ കിടക്കും, ഫോണിൽ കളിക്കും. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി. അതുകൊണ്ടാണ് ഈ ബീച്ച് വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫുഡ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ സമൂസ, ചെറിയ സൈസ് സമൂസ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സമൂസ ഞാൻ പോവാൻ നേരത്ത് കഴിക്കാമെന്ന് വെച്ച് മാറ്റി വെച്ചു. കാരണം ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ഒരു സമയമാവുമല്ലോ. അപ്പോൾ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രൈഡ് റൈസ് കഴിച്ചായിരുന്നു കേട്ടോ. ഈ മോശാസി ബീച്ച് ഭയങ്കര നീളത്തിനുള്ള ബീച്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണില്ല, എല്ലാവരും കൂടെ തിക്കി കൂടി നമുക്ക് ഇരിക്കാനോ ബാഗ് വെക്കാനോ ഒന്നും സൗകര്യമില്ലാത്ത രീതിയിലായിരിക്കില്ല. ഇവിടെ ആ ഒരു പ്രശ്നം തന്നെ ഇല്ല കേട്ടോ. ഓരോരോ ഏരിയയിൽ ചിലപ്പം 1-2 ഫാമിലീസൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻ്റാണ്. നമുക്കൊരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ വെള്ളത്തിലിറങ്ങി, ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഒരുവിധം ആൾക്കാരൊക്കെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം എന്ന് പറയുന്നത് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള കടലായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും